ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ദാ ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും മുരിങ്ങയ്ക്കയും ചേർത്തിട്ടുള്ള ഒരു തീയലാണ്. ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. പുളിയും എരിവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉള്ളി മുരിങ്ങയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 മുരിങ്ങയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ 2 പിടി ഉള്ളി, ഒരു 20-25 ഉള്ളി ഉണ്ടാവും കേട്ടോ. അത്രയും ഉള്ളി, ചെറിയ ഉള്ളിയാണ്. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം എടുത്താൽ മതി. ചെറുതാണെങ്കിൽ 20 എണ്ണം 25 എണ്ണം വരെ എടുക്കാം. നമുക്ക് എത്രത്തോളം കറി വേണം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഉള്ളി എടുക്കുക. പിന്നെ 3 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, വാളൻ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് നമ്മൾ ആദ്യം ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ആ പുളിവെള്ളത്തിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഉള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. നീളത്തിൽ കനം കുറച്ച് തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് നീളത്തിൽ ഉള്ളി കട്ട് ചെയ്യുമ്പോഴാണ്. സവോള ഉപയോഗിക്കരുത്, ഉള്ളി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഉള്ളി വഴറ്റാനായിട്ട് ഞാനൊരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർക്കുക. ഉള്ളിയുടെ കൂടെ തന്നെ പച്ചമുളക് ഇതുപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി വഴറ്റിയിട്ട് ഉള്ളി തീയൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് തീയലാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി അധികം കുക്കാവാതെ നമ്മൾ തീയൽ ഉണ്ടാക്കുകയാണ്, വെള്ളത്തിൽ വേവിച്ചിട്ട് തീയൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഇത് കുക്കായി വന്നിട്ടേ നമ്മളിനി ഉപ്പൊക്കെ ചേർക്കുള്ളൂ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇത് കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർക്കാം. മുരിങ്ങയ്ക്കയും ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വലിയ മുരിങ്ങയ്ക്കാണ്, നല്ല വണ്ണമുള്ള മുരിങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടോളൂ കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ടോളൂ. ഇത് വണ്ണം കുറഞ്ഞ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഞാനിപ്പോൾ അതുപോലെ തന്നെ ചേർത്തിട്ടുള്ളത്. വേഗം തന്നെ കുക്കായി കിട്ടും. ഒരുപാട് മൂപ്പ് കൂടിയ മുരിങ്ങയ്ക്കൊന്നുമല്ല. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെള്ളം ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്കയും ഉള്ളിയും കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടാണ് നമ്മൾ പുളി ചേർക്കുക. ഇപ്പോൾ തന്നെ പുളി ചേർക്കില്ല. ഇത് രണ്ടും കുക്കാവാൻ ആവശ്യത്തിന് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, വേറെ ബർണറിലേക്ക് വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ചേർക്കുന്നത്. വളരെ ചെറിയ അളവിൽ മതി കേട്ടോ വെളിച്ചെണ്ണ, അധികം വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി തേങ്ങയുടെ കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് മുഴുവൻ മല്ലിയും മുളകും ചേർക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലിയും മുളകും ഇപ്പോൾ ചേർക്കാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ ഒരു 6-7 വറ്റൽമുളക്, ഇത്രയും ചേർക്കാം ഇതിലേക്ക്. ഞാനിപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തേങ്ങ കുക്കായി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ തേങ്ങയുടെ കളർ മാറി വരട്ടെ.
അതുവരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയവും നമ്മൾ ഇളക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മൾ എല്ലാ ദിവസവും തേങ്ങ അരച്ച കറികളല്ലേ കഴിക്കുന്നത്. ഇടയ്ക്കൊരു ചേഞ്ചായിട്ടൊരു തീയലൊക്കെ കഴിക്കാവുന്നതല്ലേ. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ട് അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ചേർത്ത് ഇതുപോലെ ഒന്ന് തീയലുണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും കൂടി കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. തീയലായതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂണിൽ അളവ് പറയുന്നത്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 3/4 ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ചട്ടിയുടെ ചൂടിലിരുന്ന് ബാക്കി കൂടി കുക്കായിക്കോളും. അപ്പോൾ നിങ്ങൾ ഈ ചട്ടിയിൽ തന്നെയാണ് തേങ്ങ ഇതുപോലെ വയ്ക്കുന്നത്, ചൂട് മാറാൻ വേണ്ടി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വേഗം ചൂട് മാറി കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളി ചേർക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് ഈ തേങ്ങ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും ഉള്ളിയും ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാളൻ പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് നമ്മുടെ മുരിങ്ങയ്ക്കയും ഉള്ളിയും ഒന്ന് തിളച്ച് വരട്ടെ. ആ പുളിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ മുരിങ്ങയ്ക്കയിലേക്കും ഉള്ളിയിലേക്കും പിടിച്ചു വരണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തത് അരച്ചെടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടും അരയ്ക്കാം, വെള്ളം ചേർക്കാതെയും അരയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും, അതിനുശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കും. അപ്പോൾ ഇതൊന്ന് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ചെറിയ ഫ്ലെയിമിലിരുന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പുളി ചേർത്ത് കഴിഞ്ഞിട്ട് മുരിങ്ങയ്ക്കും ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് തിളച്ച് ഒന്ന് കുറുകി വരാനുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി വെള്ളം ചേർത്തിട്ട് അരച്ചതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം കുറവാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഇനി നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. നന്നായിട്ട് തിളയ്ക്കണം. അതിനുശേഷം ഒന്ന് കുറുകി വന്നാലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ പുളിയൊക്കെ ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യത്തിനുണ്ടാവും. നമ്മൾ പച്ചമുളകും മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എരിവിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. പുളിയുടെയും ഉപ്പിൻ്റെയും കാര്യത്തിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കുറുകി കഴിഞ്ഞു കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും കുറുകി വരും. കുറച്ച് സമയവും കൂടി തിളച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വറവിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉള്ളി വറവിടുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളി മുരിങ്ങയ്ക്ക തീയലാണ്. അപ്പോൾ പിന്നെയും ഉള്ളി വറവിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ മൺചട്ടിയിൽ കറി വയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മൺചട്ടിയിൽ വയ്ക്കുന്ന കറികൾക്ക്. അത് കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ അടുപ്പിൽ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ. പക്ഷെ അടുപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടേ കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ട് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം. പുളി പാകത്തിൽ നമുക്ക് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ശർക്കര ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പുളിയേ ഉള്ളൂ. തക്കാളി ഒന്നുമില്ലല്ലോ പുളി കൂടാനായിട്ട്. നമ്മൾ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പുളി കൂടാനായിട്ട് തക്കാളി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് പുളിയായിട്ട് തന്നെ നിന്നോളും. ഞാനൊരു 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. നമ്മൾ ഉലുവ അരച്ചപ്പോൾ ചേർത്തതാണ്, വറുത്തപ്പോൾ
തേങ്ങ വറുത്തപ്പോൾ ചേർത്തതാണെങ്കിലും തീയലിൽ നമ്മൾ ഉലുവയും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഒരു 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, കുറച്ച് സമയം ഇരുന്ന് തിളച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മുടെ തീയലിൻ്റെ കളറൊക്കെ മാറി. ഇനിയിപ്പോൾ വറവും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. നിങ്ങൾ കറി ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഉള്ളിയും മുരിങ്ങയ്ക്കയും ചേർത്തിട്ട് തീയൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അത് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അടച്ചു വയ്ക്കണം, ചൂട് മാറിയിട്ട് ഉപയോഗിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം.